LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സത്യത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സമീപനം ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനമായിട്ടാണ് സപ്ലൈകോയുടെ വില വർധനവിനെ നാം കാണേണ്ടത്. എല്ലാ തരത്തിലും ഉള്ള വില വർധനവ് കൊണ്ട് ജീവിക്കാൻ പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾക്ക് അവർ വാങ്ങുന്ന ആവശ്യ സാധനങ്ങൾ, അതിലായിരുന്നു ഏറ്റവും അവസാനം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ. ആ ആവശ്യ സാധനങ്ങൾ അത് സാധാരണഗതിയിൽ സപ്ലൈകോയിൽ പോയാൽ കിട്ടാറില്ല. എന്നാലും ഓണവും ക്രിസ്മസും അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലെങ്കിലും സപ്ലൈകോയിൽ നിന്ന് ഈ ആവശ്യ സാധനങ്ങൾ കിട്ടും എന്നൊരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ അതേ LDF തന്നെ ദേശാഭിമാനിയിൽ ഏറ്റവും വലിയ ഹെഡിങ്ങിൽ കൊടുത്തത് വിലക്കയറ്റമില്ലാത്ത, വില വർധനമില്ലാത്ത ഒരു ഗവൺമെന്റിന് LDF ഗവൺമെന്റിന് വോട്ട് ചെയ്യണം എന്നാണ്. വിലക്കയറ്റമില്ലാത്ത, വില വർധനമില്ലാത്ത, സ്ത്രീപീഡനങ്ങളില്ലാത്ത, അഴിമതിയില്ലാത്ത, അക്രമമില്ലാത്ത ഒരു ഗവൺമെന്റിന് LDF ഗവൺമെന്റിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് ഇപ്പോൾ ഏറ്റവും അവസാനം എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റം, എല്ലാ തരത്തിലും ആളുകൾക്ക് ജീവിക്കുന്നതിന് ദുസ്സഹമായി മാറിയിരിക്കുകയാണ് ഈ കേരളത്തിൽ. ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളത്തിന്റെ നികുതി വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, കരങ്ങൾ, എല്ലാ കരങ്ങളും വർദ്ധിപ്പിച്ചു. നമ്മൾ ഒരു കെട്ടിടം വയ്ക്കുന്നതിന് പെർമിറ്റിന് പോകുമ്പോൾ, ലൈസൻസിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധാരണ കച്ചവടക്കാരൻ ഒരു കച്ചവടം നടത്തുന്നതിൻ്റെ ലൈസൻസ് ഫീ, അതെല്ലാം ഇരട്ടിയല്ല, 5ഉം 10ഉം ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതിനോടൊപ്പമാണ് ഈ ആവശ്യ സാധനങ്ങളുടെ വില വർധനവ്. എന്നിട്ട് അതിനെ വളരെ നിസ്സാരമായി കാലോചിതമായ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാലോചിതമായ മാറ്റമാണ്. 89 രൂപ 1 കിലോ മുളകിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് 164 രൂപയിലേക്ക് 1 കിലോ മുളകിന്റെ വില കൊണ്ടെത്തിച്ചു. 84 രൂപയൊക്കെ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അത് കാലോചിതമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ പയറിന്റെ വില 19 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഉഴുന്ന് 29 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കടല 27 രൂപ, പരിപ്പ് 46 രൂപ. അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും വില 5-10 രൂപ വർദ്ധിപ്പിച്ചിട്ട് അത് കാലോചിതമായ മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നും ക്ഷമിക്കാം. ഇത് 50ഉം 100ഉം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ ആവശ്യ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. എന്നാൽ ഈ ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ജനങ്ങളുടെ വരുമാനം, അത് സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ, പാവപ്പെട്ട ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാകട്ടെ, പെൻഷൻ വാങ്ങുന്നവരാകട്ടെ, അവരുടെ പെൻഷനിലോ ക്ഷേമ പെൻഷനിലോ ശമ്പളത്തിലോ എന്തെങ്കിലും ഒരു വർധനവ് വരുത്താൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. DA ഒന്നും തന്നെ കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ 6 മാസമായി കുടിശ്ശികയാണ്. 1 രൂപയുടെ വർധനവ് ക്ഷേമ പെൻഷനുകളിൽ ഈ ബഡ്ജറ്റുകളിൽ വന്നിട്ടില്ല. ഈ ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളുടെയും വർധനവ് വരുത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാവണ്ടേ? അപ്പൊ ക്ഷേമ പെൻഷനുകളിൽ വർധനവില്ല, സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA കൊടുക്കുന്നില്ല, പെൻഷനായവരുടെ പെൻഷൻ വർദ്ധിക്കുന്നില്ല. ഒരു സ്ഥലത്തും കോൺട്രാക്ടർമാരായാലും പാവപ്പെട്ട ആളുകൾക്കായാലും അവരുടെ ബില്ലുകൾ മാറുന്നില്ല. ഖജനാവ് കാലിയാണ്. പണ്ട് പറയും പോലെ പൂച്ച പെറ്റ് കിടക്കുന്നു ഖജനാവിൽ എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ സത്യമായ ഒരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഒറ്റ മുദ്രാവാക്യം, പണ്ട് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: ഇതുപോലൊരു വിലക്കയറ്റം കേരള മക്കൾ കണ്ടിട്ടില്ല, ഇതുപോലൊരു നാറിയ ഭരണം ഈ കേരള മക്കൾ കണ്ടിട്ടില്ല. ആ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയാണെന്ന്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിട്ട്
ഇന്ന് വരെ ഒരു മാസം പോലും കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ആ പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് മാത്രം മതി ക്ഷേമ പെൻഷന് ആവശ്യത്തിന് നൽകാൻ സാധിക്കും. പക്ഷെ അതുപോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് ഈ പണമെല്ലാം എടുത്ത് സർക്കാരിന്റെ അഴിമതിയും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി കോടതിയിൽ പോകാനും സുപ്രീം കോടതിയിൽ കേസ് നടത്താനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കേരളത്തിൽ കാണുന്നത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതികരിക്കണം എന്നാണ് എനിക്ക് CMB സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്.